ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പവർ മെഷർമെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവർ എന്താണ്, ത്രീ ഫേസിൽ പവർ എങ്ങനെയാണ് വരുന്നത്, പവറിൻ്റെ വാല്യൂ എത്രയായിരിക്കും, സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും വാല്യൂ എത്ര ആയിരിക്കും, അതുപോലെ തന്നെ ലോഡുകൾ എത്ര എണ്ണം ഉണ്ട്. അതായത് ലോഡുകളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് ടൈപ്പാണ് പറഞ്ഞത്, അൺബാലൻസ്ഡും ബാലൻസ്ഡും. സാധാരണ ഒരു ബാലൻസ്ഡ് ലോഡും അല്ലെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ലോഡും, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ലോഡിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത സ്ഥലത്തു നിന്ന്, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സ്ഥലത്തു നിന്ന് വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പവർ എടുക്കുന്നത്. അപ്പോൾ ആ പവർ എന്നുള്ളത് എന്ത് ചെയ്യണം, അത് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതായത് ലോഡ് വെച്ചിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മെത്തേഡുകളാണ് പവർ മെഷർമെൻറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡും 2 വാട്ട് മീറ്റർ മെത്തേഡും. പക്ഷേ ഇവിടെ ഒരു സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ലോഡ് എപ്പോഴും ബാലൻസ്ഡ് ലോഡായിരിക്കണം, കൂടാതെ സ്റ്റാർ കണക്ഷനും ആയിരിക്കണം. ബാലൻസ്ഡ് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യുന്ന ഒരു ത്രീ ഫേസിൽ RYB എന്നുള്ള ത്രീ ഫേസിൽ 3 ഫേസിലേക്കും ഈക്വൽ ആയിട്ടാണ് ലോഡ് വന്നിട്ടുള്ളത് വെച്ചാൽ, അതായത് എത്ര ലോഡ് ഉണ്ടെങ്കിലും ഈ സപ്ലൈ 3 ഇതിലേക്കും വരുന്ന ലോഡുകളുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു സ്റ്റാർ കണക്ഷൻ പോലെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് എന്ത് പറയുക, നമുക്ക് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് മതി എന്ന് പറയുന്നത്. പക്ഷേ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ ഒരു 2 വാട്ട് മീറ്റർ മെത്തേഡാണ്. അതിപ്പോൾ അൺബാലൻസ്ഡ് ആണെങ്കിലും അൺബാലൻസ്ഡ് ലോഡുകൾക്കും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആണെങ്കിലും, ബാലൻസ്ഡ് ലോഡാണെങ്കിലും അൺബാലൻസ്ഡ് ലോഡും ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടൈപ്പ് ലോഡുകൾക്കും ഈ ഒരു 2 വാട്ട് മീറ്റർ മെത്തേഡ് പവർ മെഷർമെൻറ്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് എന്നുള്ളത് പറയുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരു സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന L1, അതായത് ഓരോ ലോഡിലും സപ്ലൈ ചെയ്യുന്ന ഓരോ ലോഡിലും ലൈൻ L1, L2, L3 എന്നുള്ളത് മൂന്ന് ലോഡുകളിലേക്ക് വരുന്നുണ്ടെങ്കിലും ആ 3 ലോഡും ഈക്വൽ ലോഡുകളാണ്, അതായത് തുല്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ലോഡിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, L1 എന്നുള്ള ഈ ഒരു ലൈനിലെ മാത്രം പവർ കണ്ടുപിടിക്കാനാണ് ഈ W എന്നുള്ള വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ചെയ്യുന്നത്. വാട്ട് മീറ്റർ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് കോയിലുണ്ട്, പ്രഷർ കോയിലും ലൈൻ കോയിലും. അപ്പോൾ അത് രണ്ടിൻ്റെ കണക്ഷൻ രീതിയാണ് ഇവിടെ ഇങ്ങനെ മുകളിലൂടെയും കാണിച്ചിട്ടുള്ളത്, താഴെയുടെയും കണക്ഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് കണക്ഷൻ അതിന് 2 വാട്ട് മീറ്റർ മെത്തേഡിൽ കൃത്യമായിട്ട് കാണിക്കും. അപ്പോൾ വാട്ട് മീറ്റർ ഘടിപ്പിച്ചുള്ള ഈ ഫസ്റ്റ് ലൈനിന്മേൽ മാത്രമാണ്. അപ്പോൾ ആ ലൈനിന്മേലുള്ള പവർ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഈ L1 എന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഈ ഒരു ലോഡിലാണ്. അപ്പോൾ അവിടെയുള്ള പവർ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ബാലൻസ്ഡ് ലോഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഫേസിലെ പവർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 3 മടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ 3 മടങ്ങായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്, ആ സിസ്റ്റത്തിലെ ടോട്ടൽ പവർ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇക്വേഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 3 VP/IP cos θ എന്നുള്ളത് പവറാണ്, എന്താണ്, ഫേസ് പവറായിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ 3 മടങ്ങ് ആണ് ശരിക്കുള്ള പവർ എന്നുള്ളത്. അതിൽ VP/IP cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസിൽ മാത്രം വരുന്ന പവറാണ്. അപ്പോൾ ആ ഒരു പവറിൻ്റെ 3 മടങ്ങാണ് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ കണക്ഷൻ ആയിരിക്കണം, ബാലൻസ്ഡ് ലോഡായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ അടിസ്ഥാനത്തിലാണ് നമുക്ക് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് പറയുന്നത് ഡബിൾ വാട്ട് മീറ്റർ മെത്തേഡാണ്. ഡബിൾ വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതൊരു സിറ്റുവേഷനിലും, അതായത് ലോഡിൻ്റെ അളവ് ഗണ്യമായിട്ട് കൂടുന്ന സിറ്റുവേഷനിൽ, ലോഡുകൾ എല്ലാ ഫേസിലും ഒരേപോലെ അല്ലാതെ അൺബാലൻസ്ഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ, പിന്നെ അതേപോലെ ഡെൽറ്റയും സ്റ്റാറും വരുന്ന സമയത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ സിംഗിൾ വാട്ട് മീറ്ററിൽ ഡെൽറ്റ ഉപയോഗിക്കാൻ പറ്റില്ല,
സ്റ്റാർ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. പക്ഷേ ഇവിടെ ഡെൽറ്റയും സ്റ്റാറും ലോഡുകളാണ് വന്നാലും നമുക്ക് പ്രശ്നമില്ലാതെ എന്ത് ചെയ്യുക, അതിലുള്ള പവർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അസംഷൻ എടുക്കുന്നത് ഓരോ ലൈനിലെയും കറണ്ടുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെന്ന് എടുക്കും. അത് കിർച്ചോഫ് ലോ പ്രകാരം 0 തന്നെ ആയിരിക്കണം ആ അസംഷൻ. പക്ഷേ അൺബാലൻസ്ഡ് ലോഡാവുന്ന സമയത്ത് തെറ്റും. ബാലൻസ്ഡ് ലോഡാകുമ്പോൾ അത് കറക്റ്റാണ്, പക്ഷേ അൺബാലൻസ്ഡ് ലോഡാകുമ്പോൾ തെറ്റും. അതുകൊണ്ട് തന്നെ ഈ അസംഷൻ വാലിഡ് ആവില്ല എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ റീഡിങ് എടുത്തിട്ടുള്ള, അതായത് 2 വാട്ട് മീറ്റർ മെത്തേഡിൽ റീഡിങ് കൃത്യമായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പവർ റീഡിങ് എടുക്കും, കറണ്ട് റീഡിങ് എടുക്കും, പിന്നെ അതേപോലെ വോൾട്ടേജ് റീഡിംഗ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടോട്ടൽ പവർ എന്നുള്ളത് എങ്ങനെ കണക്കാക്കാം? നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള 2 വാട്ട് മീറ്ററിലെയും ഔട്ട്പുട്ടിൽ വരുന്ന മൊത്തം പവറിൻ്റെ സമ്മായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ തുകയായിട്ട് കണക്കാക്കാം. അതിന് നമ്മൾ ഫിഗർ കാണിക്കുന്നത് ഇവിടെ ഒരു സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കോയിലുകളാണ് ഈ വാട്ട് മീറ്ററിനകത്തുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറണ്ട് കോയിലും പ്രഷർ കോയിലും. അതായത് ഈ വൈൻഡിങ് പോലെയുള്ളത് പ്രഷർ കോയിലും താഴെയുള്ളത് കറണ്ട് കോയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കോയിലുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ റീഡിങ് വരുന്നത്. അപ്പോൾ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 1, 2, 3 എന്നുള്ള 3 ഫേസുകളിൽ 1ഉം 2ഉം ഫേസുകൾക്കിടയിലും 1ഉം 3ഉം ഫേസുകൾക്കിടയിലും 2ഉം 3ഉം ഫേസുകൾക്കിടയിലുമാണ് ഈ ഒരു വാട്ട് മീറ്റർ കണക്ട് ചെയ്ത് വെച്ചുള്ളത്. പ്രഷർ കോയിലും കറണ്ട് കോയിലും ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചുള്ളത് കോയിലുകളുടെ ഓർഡറിനനുസരിച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 1, 2 ലൈനുകളിലാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്, 1 ലൈൻ വോൾട്ടേജുകളിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഈ കണക്ഷൻ്റെ വലതുവശത്ത് വരുന്ന ലോഡ്, വലതുവശത്ത് വരുന്ന ഈ ഒരു സ്റ്റാർ ലോഡ് എത്ര പവർ യൂസ് ചെയ്യുന്നുണ്ടോ അത് ഈ 2 ഫേസിലും കൂടെ, അല്ലെങ്കിൽ 2 ലൈൻ ഫേസ് സെറ്റപ്പിലും കൂടെ ഫേസിൽ കണക്ട് ചെയ്തിട്ടുള്ള വാട്ട് മീറ്ററിൽ റീഡ് ചെയ്യും. അപ്പോൾ ആ 2 വാട്ട് മീറ്ററിലുള്ള റീഡിങ്ങും ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെയും ഡെൽറ്റയിലും അതുപോലെ തന്നെയാണ്. 2, 3, 1, 2 എന്നിങ്ങനെയുള്ള സെറ്റപ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈനുകളിൽ വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ആ വാട്ട് മീറ്ററിലുള്ള വാല്യൂസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലാണ് ശരിക്കും 2 വാട്ട് മീറ്റർ മെത്തേഡിലെ സമ്മായിട്ട് വരുന്നത്. ഇനി വാട്ട് മീറ്റർ മെത്തേഡിൽ നിന്ന് നമുക്ക് പവർ കാണാനുള്ള ഒരു ഇക്വേഷനാണ്, പവർ ഫാക്ടർ കാണാനുള്ള ഒരു ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ പവർ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ W1ഉം W2 എന്ന് പറയുന്നതും P1ഉം P2 എന്ന് പറയുന്നതും സെയിം ആണ്. അത് വാട്ട് മീറ്റർ ആയതുകൊണ്ട് W എന്നുള്ള രീതിയിൽ പവറിനെ അടയാളപ്പെടുത്തിയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു 2 വാട്ട് മീറ്റർ മെത്തേഡിൽ നമുക്ക് അതിൻ്റെ സർക്യൂട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിൽ നിന്ന് പവർ മെഷർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലും അതിൽ ചിലപ്പം കറണ്ടിനുള്ള ഫേസ് മെത്തേഡ് എത്രയാണെന്നുള്ളത്, എത്ര ഫേസിലാണ് അല്ലെങ്കിൽ എത്ര പവർ ഫാക്ടർ അത് തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ ഒരു tan phi = √3 × P1 - P2 ഫസ്റ്റിലത്തെ പവർ ബൈ P1 + P2 എന്ന് പറയുന്നത്. അതായത് ആ 2 പവറുകളുടെ ഒരു റിലേഷൻഷിപ്പിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, അതിൻ്റെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ ഏകദേശം വരുന്നത്. ഇതിനിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇക്വേഷനിൽ W ആക്കി മാറ്റിയതുണ്ട്. W ആക്കി മാറ്റിയത് പവർ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറ്റി എഴുതിയത്. ഇനി അടുത്തത് ഫേസ് സീക്വൻസ് മീറ്ററാണ്. ഫേസ് സീക്വൻസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 3 ഫേസ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫേസിൻ്റെ ഓർഡർ ഞാൻ എപ്പോഴും പറയും RYB എന്നുള്ള ഓർഡറാണ് പറഞ്ഞത്. അപ്പോൾ 1, 2, 3 എന്നുള്ള ഫേസുകൾ RYB എന്നുള്ളതായിട്ട് വരണം. ആ ഒരു ഫേസ് സീക്വൻസ് എപ്പോഴും എന്ത് ചെയ്യണം, പോയിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫേസ് സീക്വൻസ് എപ്പോഴും ഫോളോ ചെയ്യണം.
അപ്പോൾ ഫേസ് സീക്വൻസിന് ഫോളോ ചെയ്യാതാവുന്ന സമയത്താണ് ഫേസ് സീക്വൻസ് മീറ്റർ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഫേസ് സീക്വൻസ് മീറ്റർ ഉപയോഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫേസ് സീക്വൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് ഫേസ് സീക്വൻസ് മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് മീറ്ററുകൾ ഉണ്ടായിരിക്കും. മീൻസ് ഫേസ് സീക്വൻസ് മീറ്റർ 2-3-4 ടൈപ്പ് ഉണ്ട്. അതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റൊട്ടേറ്റിംഗ് ടൈപ്പ്, അതായത് മെക്കാനിക്കലായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഇലക്ട്രിക്കലായിട്ട് ഇൻഡിക്കേറ്റർ, ലാമ്പ് ഇൻഡിക്കേറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്നതാണ്. അപ്പോൾ ഫേസ് സീക്വൻസ് മീറ്റർ വെച്ചിട്ട് എത്ര ഇതിലാണ് ഫേസ് മാറിക്കിടക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ളത് വരുന്നുണ്ട്, പല റേറ്റിങ്ങുകളുള്ളത് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോ മെക്കാനിക്കൽ വർക്കിംഗ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫേസ് സീക്വൻസ് മീറ്ററുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല ഡിജിറ്റലായിട്ടും ഉള്ളത് വരുന്നുണ്ട്. അപ്പോൾ അനലോഗായിട്ട് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളതിന് പകരം ഡിജിറ്റലായിട്ടുള്ളത് വരുന്ന സമയത്ത് എന്താ വരുന്നത്, അവർ ഫേസ് സീക്വൻസ് മീറ്ററിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് വരിക. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഫേസിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലിങ്കിലാണ് എന്നുള്ളതിനനുസരിച്ച്, ഏത് ലൈനിലാണെന്നുള്ളതിനനുസരിച്ചിട്ടൊക്കെ ഫേസ് മാറുന്നുണ്ടോയെന്ന്, ഇപ്പോൾ RYB എന്നുള്ള ഓർഡറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ കാണിക്കും. അതായത് സാധാരണ നമ്മൾ ബസർ അലാം പോലെയൊക്കെ ഉള്ള രീതിയിൽ കാണിക്കും. അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സജഷൻസൊക്കെ കാണിക്കും. അങ്ങനത്തെ ഫേസ് സീക്വൻസ് മീറ്റേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനുള്ളത്. പവർ എന്താണെന്നുള്ളത്, പവർ മെഷർമെൻറ്റ് എന്താണെന്നുള്ളത്, പവർ മെഷർമെൻറ്റിൻ്റെ 2 രീതികൾ എന്താണെന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഫേസ് സീക്വൻസ് മീറ്റർ എന്താണെന്നുള്ളത്. താങ്ക് യു.